ഇതെന്താണ്? ഇതെന്താ ജ്യൂസോ? ഇതെന്തോ സ്പെഷ്യൽ കൊണ്ടുവന്നിക്കാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മയും ഇമ്മമ്മയും ഗൈസ് അവിടെ ചെറിയൊരു പരിപാടിയിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കോലും കൊള്ളികളൊക്കെ ഇങ്ങനെ അറുത്ത് പണിയിലാണ് ഗൈസ്. നമ്മൾ കുറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ് ഗൈസ് ആ കുറ്റി ഉണ്ടാക്കണത് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു പണിയുണ്ട്. ചെറിയൊരു പണിയല്ല, അത്യാവശ്യം വലിയൊരു പണി നടക്കാനുള്ള പണി തന്നെയാണ് ഗൈസ് നാളെ നമ്മളിവിടെ തുടങ്ങാൻ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുന്നുമ്മക്കുള്ള റോഡ് നമ്മൾ വാങ്ങിക്കുകയാണ് ഗൈസ്. അതായത് നമ്മൾ മാത്രമല്ല, കാരണം നമ്മൾ കൂടുതൽ എക്സ്പെൻസ് നമുക്കാണ് പോണത്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അതായത് ഈ കാണുന്ന ഈ വയ്യില്ലേ നമ്മളെ പെരീക്കൽ ഈ കുന്ന് ആകെ ഇപ്പൊ എത്ര അടിയാടാ ഗൈസ്? ഇപ്പൊ 5 അടി വയ്യാനുള്ളത്. അത് നമുക്ക് ബൈക്ക് കയറ്റാൻ മാത്രം പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും കാറ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ 6 അടി 7 അടിയാണ് ഇപ്പോൾ വാങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നാളെ അതിൻ്റെ അളവ് എടുക്കാൻ വേണ്ടി നാളെ രാവിലെ 7 മണിക്ക് ആൾക്കാരെത്തും. അപ്പോൾ അതിനുള്ള കുറ്റി അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു അപ്പോല് പറയും പഠിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള തൂണി ഞങ്ങൾ വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് എന്ത് കഞ്ഞി കുടിച്ചാൻ പോവേ? അതൊക്കെ ഞാൻ കഞ്ഞി കുടിച്ചാൽ വന്നാ കേട്ടത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കഞ്ഞി. അപ്പോൾ ഗൈസ് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോയി നോക്കട്ടെ. തൂണിപ്പോൾ പോയി കഴിഞ്ഞാൽ കിട്ടുമോയെന്ന് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നാളെ ആ സാധനം അടിച്ചിട്ട് പിന്നെ ആക്കും പോലെ നമുക്ക് തൂണോ കമ്പിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമുക്ക് ചെന്നോക്കാം, മറ്റേ ഉപ്പടെ പോയോക്കല്ലേ. അപ്പോൾ കഴിച്ച് നമ്മൾ നേരം വൈകുന്നതിന് മുമ്പ് പോയി നോക്കട്ടെ. മഴക്കാറുണ്ട് കേട്ടോ. മഴ ഇപ്പോൾ 2-3 വട്ടം പെയ്ത് പോയി. മഴക്കാലം തുടങ്ങി കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് മഴ എണ്ണീക്കാരം. എന്നാ വാ അല്ലേ? എന്നാ അപ്പം എന്നാൽ ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ കേട്ടോ. കുറ്റിയാളെ എത്ര ഇപ്പം നിങ്ങൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഏട്ടനൊക്കെ ഇതാക്കി വെക്കുന്നുണ്ട്. എന്തായാലും നിന്നോട്ടെ. മാണ്ടിയെടുക്കല്ലോ പറയുമ്പോൾ 4 തൂണല്ലേ ഇപ്പോൾ വാങ്ങിക്കൊണ്ടേ? അല്ല മതിയോ? അത് മതിയോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുമ്പോൾ ആ സ്ഥലം കാണിച്ചു, ആ വയ്യും കൂടി ഒന്ന് കാട്ടിത്തരാം ഞങ്ങൾക്ക് എന്താ കറക്റ്റ് എങ്ങനെയാണെന്ന്. എന്നാ വണ്ടി എടുത്തോ. എന്നാൽ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നേരം വൈകുന്നതിന് മുമ്പ് നമുക്ക് കടയിലേക്ക് എത്തണം. അവിടെ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, കാരണം നേരം 6 മണി ആയിക്കണ്. ബാ, ഹെൽമെറ്റൊക്കെ വണ്ടിയിലില്ലേ? അവിടുന്ന് കയറിക്കോ കേട്ടോ. എന്നാ ഈ റോഡ് കാണിച്ചു കൊടുത്തോ ഗൈസ്. നിങ്ങൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ റോഡ്. ഇതിൽ കൂടെ വണ്ടി ബൈക്കൊക്കെ ഏകദേശം കയറുള്ളൂ. അപ്പോൾ ഇതേ സെയിം അളവിൽ അപ്പുറത്തുംപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടിയും ഇനിയിപ്പോൾ നമ്മൾ ഗൈസ് ഈ വയ്യ വെറുതെ അല്ല കേട്ടോ വാങ്ങിക്കണത്. അതിൻ്റെ മുമ്പിലൊരു ഗൈസ് നല്ലൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഞങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാരം. നാളെ നമ്മൾ ഫുൾ വിശദീകരിച്ച് ഈ വയ്യ നമ്മൾ എന്തിനാണ് ഇവിടെ വാങ്ങിയത്, നമ്മളെ പ്ലാൻ എന്താണ്, നമ്മളെ പെരപ്പണീൻ്റെ കാര്യങ്ങൾ എന്തായി, എല്ലാ കാര്യങ്ങളും നമ്മൾ നാളത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നേക്കാരം. ഇന്നത്തെ വ്ളോഗ് ഗൈസ് അതല്ല. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൈസ് എന്താണ് ഇമ്മാക്കും അമ്മാക്കും ഗൈസ് നമ്മളൊരു സാധനം വാങ്ങി കൊടുക്കാൻ പോവാണ്. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ തിന്നലുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത് ഇമ്മമാക്ക് പല്ലില്ലാത്തല്ലേ. അപ്പോൾ ആ സാധനം പോയിട്ട് വാങ്ങിക്കൊടുന്ന് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്നു. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടിരിക്കണേ. ഇനിയിപ്പോൾ ഇൻ്റെ ടേസ്റ്റാണോ ഒലിക്കുന്ന അറിയില്ല. അജി തിന്നിട്ടില്ലേ? അപ്പോൾ കഴിച്ച് നമുക്ക് അതൊന്ന് സസ്പെൻസ് ആക്കിയിട്ട് ഓർക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. രാത്രിക്കത്തെ ഫുഡ് അതൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. ആദ്യം നമുക്ക് എന്താ പറയുക, ഈ തൂണൊന്ന് പോയി നോക്കണം അവിടെ ഉണ്ടോ ഇല്ലേന്ന്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നേരെ ഇടയ്ക്കര പോയിട്ട് ആ ഫുഡ് വാങ്ങിക്കൊണ്ടുവരിക. അതൊക്കെ തന്നെ നമ്മളെ പരിപാടി. എന്നാ പോവല്ലേ? ഇതാണ് മറ്റൊരു തോട്ടം. ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. ഇതാ ഈ കിടക്കണ വായല്ലേ ഗൈസ്, ഈ വായൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ മേപ്പെട്ടിക്കൊണ്ട് വാങ്ങും. അപ്പം നല്ല ഒരു ലോറി പോകാനൊക്കെ ഗ്യാപ്പ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടോ? ആ പെര, ഈ പെര കണ്ടില്ലേ? ഇവൽതാണ് ഈ തോട്ടം ഫുള്ള്. അപ്പോൾ ഓല് ഇവിടെ പെരപ്പണി തുടങ്ങുന്നതുകൊണ്ട് വയ്യ വാണോന്ന് ചോദിച്ചു. ഇത്ര നാൾ ഓല അങ്ങനെ കൊടുക്കാണെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇവലെ പെരപ്പണി ഇവിടെ തുടങ്ങുന്നതുകൊണ്ട് ഓല് പറഞ്ഞു നമുക്ക് വയ്യ വാണോ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കണം, കാരണം നമ്മളെ പെരപ്പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് നല്ലൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ കേട്ടോ. സാധനം വാങ്ങാൻ വേണ്ടി പോയോ കേട്ടോ. അതെ ഗൈസ്, നമ്മളങ്ങനെ അതിരിങ്കല്ല് തേടി ഞെട്ടിയല്ല ഉപ്പട നോക്കി അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഞെട്ടിക്കുളത്തുണ്ടായിരുന്നു, അങ്ങോട്ട് വന്നിക്കാണ്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതിരിങ്കല്ലുണ്ട് 4 പീസ്. നമ്മളെ നാട്ടിലില്ല കേട്ടോ, ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഞെട്ടിക്കുളത്ത് വന്നിട്ട് സാധനം വാങ്ങാണ്. വലുത് വേണ്ട, നമുക്ക് ചെറുത് മതിയോ? ചെറുത് മതിയില്ലേ? അതാണ് ചെറുത്. ആ സാധനം അതാണ് ഗൈസ് ചെറുത്. മതിയാവും. 4 പീസ് ബൈ. അത് വണ്ടിയുടെ മുമ്പിൽ വെച്ച് കൊണ്ടുപോകല്ലേ? അത് 4 ഉണ്ടാവുള്ളൂ അല്ലേ?
വലുതൊക്കെ പറയുമ്പോ വലുതെന്തില്ല സത്യത്തില്. വലുത് അതിനുള്ള തന്നെയാണ്. എടാ ഇത് ഉണ്ടാവിക്കാറില്ലേ കുറച്ച് കുയിലാക്കിയിട്ട് ബൈ ഏ അതിരിക്കൽ ആ അതിരിക്കൽ തന്നെയാന്ന് പറഞ്ഞ ഗൈസ്. വണ്ടിൻ്റെ മുമ്പിൽ വെക്കാം. ബൈ ഏക് പീസ് കിത്തിന 30 റുപ്പീസ് ബൈ. ഒന്നിന് 30 റുപ്യ കേട്ടോ. 30 റുപ്യ 30 റുപ്യ ആണോ അതോ 30 പറഞ്ഞാൽ 13 അല്ലേ? ബൈ 13 30. ആ മലയാളം 30 തന്നെ ഇക്കാരടാ. അല്ലാതെ 13 റുപ്യക്കൊക്കെ ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ മുതലാവണ്ടേ? 13 പറയുമ്പോഴാണ് 13. ആ ഞാൻ എന്നാല് അതിന്റെ പൈസ കൊടുത്തിട്ട് ഏറ്റവും കഴിച്ച് ഇത് നമ്മൾ നേരെ പെരിയിൽ ഏൽപ്പിച്ച് കണ്ടിട്ട് പോവല്ലേ കടയ്ക്ക്. ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ട് ഇത് നേരെ നമ്മൾ പെരി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം അല്ലേ? കഴിച്ച് നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഒരു പട്ടിനെ ഒരു കാറുകാരെ ഇടിച്ചിട്ട് നിർത്താതെ പോയി. അത് ചത്തിക്കണ അവിടെ അനു വെള്ളമൊക്കെ കൊടുത്തോണ്ട് നിക്കണുണ്ട്. പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല, അത് ചത്തിക്കണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് പറ്റിയത്. ഇപ്പൊ ഏകദേശം ജീവനുണ്ടായി പക്ഷെ അത് ചത്തു. ചത്തില്ലേ? എന്താല്ലേ ഓരോരുത്തര് കേസ് ഇതേപോലെ റോഡുകളൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കാം. മുണ്ടാപ്രാങ്ങൾ നോക്കിയാ അത് വളർത്തുന്ന പട്ടിയും പാടിയാണ്. അതിന്റെ കൗത്തിലാണ്ട് നിങ്ങള് ഒരു ബെൽറ്റ് ഉണ്ട്. ആൾക്കാര് മൈൻഡ് കഥ പോയി. ആ കാറാനെ കുത്തിരിട്ട് തിരിഞ്ഞു നോക്കാതെ പോയടാ. അങ്ങനെ നമ്മള് പെരയ്ക്ക് കേറിക്കൊണ്ടിരിക്കാണ്. ഓ അടിയാണോ പറ്റിയ? ഓ എങ്ങനായാലും ഇവിടെ തട്ടിട്ടോ. കാരണം വന്നപ്പോ മഴ ചെയ്തിട്ട് വെള്ളം കുറെ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ കണ്ടോ കുണ്ടയിക്കണ്. ഇവിടെ പിന്നെയും പൊങ്ങി. അവിടെ ചെന്ന് ഇരിക്ക. ആ എന്തേ ഇവിടെ വെച്ചാ പോരെ? അതന്നെ 1 കിലോമീറ്റർ ഒന്നും പോവാലല്ലോ, ഇവിടെ തന്നെ അല്ലേ? നനയണത് നനഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പല്ലേ ഉണ്ടാവുക. കാണോ ഇത് മതിയില്ലേ? ചെറുത് മതിയില്ലേ അമ്മ? വലുതിന്റെ ആവശ്യം ഉണ്ടോ? മതിയോ? ആ മണ്ണ് കൊണ്ട് വിചാരിച്ചെടുത്താ അതിന് മണ്ണിലാ ഇനി കടക്കല്ലേ, എന്നിട്ട് മണ്ണിൽ ഇനി വെക്കണ്ടാന്ന്. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? വെള്ളം കൊണ്ടോട്ടെ. അപ്പൊ എന്താ അറിയോ, ഒന്നും പറഞ്ഞിട്ട് ഉറച്ചോളും. അതെ 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 മഴയാണ് പെയ്തോണ്ടിരിക്കണേ. നല്ല മഴയുണ്ട്. അങ്ങനെ കഴിച്ച് നമ്മളെ കല്ല് കിട്ടി. ഇപ്പൊ നാളെ രാവിലെ അവിടെ കുഴിച്ചിട്ടാ മതില്ലേ? അതെ രാവിലെ ഒരു 7 മണി 7:30 അല്ലേ? ആ ടൈമിലൊക്കെ ആകുമ്പത്തിന് ആള് വരുന്ന പറഞ്ഞ അളക്കാൻ പറ്റുന്ന ആള് വരുന്നതാണ്. അപ്പൊ ആ ടൈമില് ബാക്കി പരിപാടി നോക്കാം ഗൈസ്. എന്നാ ഗൈസ് അടുത്ത് നമ്മളെ പരിപാടിക്ക് പോവാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ അവിടുന്ന് കാണാം ഗൈസ്. ഓക്കെ പോയി നോക്കാം. എന്നാ ഞങ്ങള് പോയിട്ടോ. ഹെൽമെറ്റ് വണ്ടിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഗൈസ് നമ്മള് മഴയൊന്നും കൊള്ളാതെ ഇവിടെ ഷോപ്പിലെത്തിട്ടോ. അതാണ് ഞാൻ പറഞ്ഞ കട. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് സാധനം വാങ്ങി വരട്ടെ കേട്ടോ. ആ പാർസല്. भाई 4 മക്രോണി 4 മക്രോണി പാർസൽ ഉണ്ടാവില്ലേ? പിന്നെ കുടിക്കാളും പാർസലാക്കാൻ പറ്റൂലേ? 4 മാംഗോ ജ്യൂസും പാർസൽ. പെട്ടെന്ന് കേട്ടോ ബൈ, ജൽദി കറോ. അത്യാവശ്യം ഹിന്ദി അറിയണോണ്ടേ കുഴപ്പമില്ല. ആ പാർസലുണ്ട്. മതി. ഞാൻ വിചാരിച്ചു കിട്ടിയിട്ടില്ലാന്ന്. അല്ല ഒരു ടൈം എടുക്കും. ആ ടൈം കഴിഞ്ഞിട്ട് ഗൈസ് സാധനം കിട്ടിയിട്ട് നമുക്ക് നേരെ പെരിക്കുക. അങ്ങനെ നമ്മൾ പെരൻ്റെ താഴെ എത്തിട്ടോ. ഇനിയിപ്പോൾ അറിയില്ല ഗൈസ്, നമുക്ക് ഇപ്പം അങ്ങോട്ട് കയറിയാലേ അറിയുള്ളൂ. ഉമ്മമാൻ്റെ സ്വഭാവം അനുസരിച്ച് 6:30 ചോറ് കഴിച്ച് കടന്നുറങ്ങുന്ന സ്വഭാവമാണ് ഉമ്മമാൻ്റെത്. അപ്പോൾ അത് ഫുള്ള് കൊളാകുമെന്ന് നമുക്കറിയില്ല അല്ലേ? കൊണ്ടേ കൊടുക്കുമ്പോൾ ഞാൻ ചോറുന്ന് വാനേ അറിയും. ആ അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. ഉമ്മ എന്തായാലും ഒരു 9:30-10 മണിയൊക്കെ ആവും. പക്ഷെ ഉമ്മമാനെ അപേക്ഷിച്ച് ഗൈസ് ഉമ്മമ്മ 5:30 6:30 എന്നൊന്നുമില്ല. നേരം ഇരുട്ടായോ മഗ്‌രിബാങ്ക് കൊടുത്തോ ആ ചോറ് കഴിച്ചാൽ ടൈമായി ചോറ് കഴിച്ചിട്ട് കടന്നുറങ്ങും. അതാണ് ഉമ്മമാൻ്റെ സ്വഭാവം. അപ്പോൾ പക്ഷെ നമുക്ക് കയറി നോക്കാം. ഇനി ഇത് കാണാൻ എന്നാ മതിയല്ലേ? അപ്പാ എങ്ങനെ കയറാം? ഈ സാധനം ചോറ് വെക്കും. അതങ്ങനെ നിന്നോട്ടെ. നമുക്ക് വണ്ടി മുതൽ നേരെ ഇറങ്ങിയിട്ടാണ് പോവാ. ആണോ? ആ വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട. വീഡിയോ എടുക്കണോ? വേണ്ട, വീഡിയോ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. ബാക്കി അവിടെ നിന്ന് എടുത്തോണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് അനുവോടെ ഉമ്മാനെയും പിടിച്ചിട്ട് വ്ളോഗ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ടൈമിൽ വേഗം അടുക്കളയിൽ കൂടെ കയറിയിട്ട് ഈ സാധനം അടുക്കളയിൽ കൊണ്ടുപോയി വെക്കട്ടെ. ഞാൻ കാണിച്ചു തരാം.
കുറച്ചൊന്നും ഉണ്ടാവാൻ തന്നാ മതി ഇനി. നമുക്ക് ഗൈസ് ഇവിടെ വിളിച്ചിക്കാം. പാവല്ലടാ കുട്ടിയല്ലേ, ചൂടെടുക്കൂലേ, പാവല്ലേ കുട്ടി. ഇതെന്താണ്? ഇതെന്താ ജ്യൂസോ? ഇതൊക്കെ എന്താണ് ഈ കൊണ്ടുവന്നിക്കണേ? ഇതാണ് ചോറ് എന്താ പറഞ്ഞത്? ഇതെന്തോ ആണല്ലോ. ഇതെന്തോ സ്പെഷ്യൽ കൊണ്ടുവന്നിക്കാണ്. അച്ചോനെ ബിരിയാണി, മന്തിയോ? മന്തിയൊന്നുമില്ല, വേറെ ഏതോ എന്തോ ആണ്. മണത്തോ കണിമ ഞാൻ ഇപ്പൊ ഇതിലെ പോയിട്ട് ഈ സാധനം കണ്ടില്ലല്ലോ. ഞാൻ അന്ന നോക്കി പോയി. ഇതെന്താ മനസ്സിലായില്ലല്ലോ. രസണ്ട് ജ്യൂസൊക്കെ കണ്ടിട്ട്. ഇതൊക്കെ ഏതാണ് മോഡല് റബ്ബേ? ഇതൊക്കെ എന്താണ്? മാങ്ങ ജ്യൂസോ? ഇവലെ ഏൽപ്പിച്ച് പറഞ്ഞാ മതിയല്ലേ എന്താണ് സാധനം? ഒരു തേങ്ങയും വാങ്ങി അറിയില്ലേ? നമ്മക്കറിയില്ല അത് തിന്നാനുള്ള സാധനാണത്. എന്താണ് സാധനം? മന്തി കൊണ്ടാ മതി ഇവലിങ്ങനെ ആക്കുകയാണെങ്കിൽ. എന്തറിയോ, എന്ത് കൊണ്ടാലും മന്തിയാണ് ഇവർക്ക്. അത് ഉമ്മമാക്ക് തിന്നാൻ പറ്റുന്ന സാധനം. ഉമ്മമാക്ക് പല്ലില്ലല്ലോ, അപ്പൊ ഉമ്മമാക്ക് തിന്നാൻ പറ്റുന്ന സാധനമാണത്. ശരി. അത് എന്താന്ന് സാധനം പൊട്ടിച്ചുമ്പോ കാണാം. ഞാനാണെങ്കിൽ ചോറ് എന്നും വേണ്ടില്ലാത്ത ചോറാണ് പോലെ. അങ്ങോട്ട് ഇടിക്ക്, അങ്ങോട്ട് കൊലയമ്മക്ക് എടുക്ക്. നമ്മക്കറിയില്ല ചോറ് കളമ്പി അറിഞ്ഞപ്പോ ഞങ്ങള് ചോറ് കളമ്പാൻ പോവുകയാണ്. സ്പെഷ്യൽ ആയിട്ട് കഴിച്ച് എന്തേലൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചപ്പോ മന്തി മന്തി ഇത് വിളിക്ക് മന്തി എന്നിട്ട് മതിയാവണില്ലാവോ? അല്ലേ നമ്മക്കറിയില്ല, നമ്മൾ ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതിങ്ങനെ ഒരു കോയലും കൂടി കോയലൊക്കെ ഇത്തനുണ്ട്. കോയല് ഞാനേ ആ ബൾബേ ഇങ്ങോട്ട് ഇട്ടത് പിടിച്ചടാ. വലിയ ബൾബാ? ഓക്കെ. വണ്ടിക്കോട്ട് സ്റ്റൂളോ എന്താണ് വെറൈറ്റി ആവും. ഫ്ലാഷ് അടിച്ചാലോ? ഈ ലൈറ്റ് വേണം, ഒരു ബൾബ് കൂടി വാങ്ങണം. ഇങ്ങനത്തെ മയോണീസ് കഴിച്ച് കൂടുതൽ തരാൻ പറഞ്ഞിട്ടേ തന്ന സാധന ആണോ? എന്താണ് എന്തിനാണോ തന്നത്? പേരിനോ? നമ്മളെ ആ കോഴിക്കോടിലെ താത്ത വിളിച്ചീനി. താത്ത അപ്പൊ ആ വീഡിയോ കണ്ടേ ആമിനത്താത്തെ. അന്ന് എന്നെ കൊറേ പൊളിച്ചിട്ട് എടുത്തില്ല. എന്നിട്ട് എന്താ അങ്ങനത്തെ ലൈറ്റ് ഒന്നും കൂടി വാങ്ങിക്കൂടേനോ? ഒരു ലൈറ്റ് ഉള്ള ഇതെന്താ സാധനം ഒന്ന് കാണിച്ചു തരാം ആദ്യം. അതല്ല പൊട്ടിച്ചിട്ട്, അത് മയോണീസ് ആണ്. മയോണീസ് അല്ല പൊട്ടിച്ചിട്ട്. എന്താണ് പൂച്ച ഇതൊക്കെ ഉണ്ട്. അപ്പൊ നൂഡിൽസ് എന്തേലും കാര്യമാണ്. തുറന്നു നോക്കി തുറന്നു നോക്കിട്ട് പറഞ്ഞാ പോരെ, എന്തിനാ കാണാപ്പാട് പറയാൻ നിക്കണ്? എന്തായാലും തിന്നാനുള്ള സാധനമാണ്. ഉമ്മമാക്ക് തിന്നാൻ പറ്റും, അത്രേ ഉള്ളൂ. എന്താ മറ്റേ സാധനം എന്താണ്? മറ്റേ സാധനം എന്താണ് ഇതിന്റെ പേര്? മക്രോണിയ. അതന്നെ മക്രോണിയ അല്ലേ? തിന്ന് നോക്കിട്ട് ടേസ്റ്റ് പറയും. അതിനാണ് ഇത് കൊണ്ടുവന്നത്. ഞാൻ അതിലാണ് പോട്ടമ്മ. ചൂടാറിയിക്കണതിന്റെ അല്ലല്ലോ. ചൂടാറിയോ? നല്ല മായി ഉണ്ടല്ലോ ഇപ്പൊ. മമ്മ ഒന്ന് തിന്നോക്കി. പല്ലിനെ ഗ്യാപ്പ് കൂടെ പോട്ടെ. എന്താ അവസ്ഥ? തിരക്കില്ല, നല്ല നല്ല സാധനം. നല്ല സാധനം. എന്താ ടേസ്റ്റ്? എന്താ അവസ്ഥ മമ്മ? നല്ല സാധനം. രസമുണ്ടല്ലേ? സെറ്റല്ലേ? ഞാൻ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കി. ജ്യൂസ് കുടിച്ചു. ജ്യൂസ് മാംഗോ ജ്യൂസ് ആവും. മാങ്ങോ ജ്യൂസ് എന്റെ കൂടെ കുടിച്ചിട്ടില്ല. എന്നാ അമ്മമ്മ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കിക്കാണി. എങ്ങനെ ഉണ്ടോ നോക്കിക്കാണി. ഈ സാധനം എന്താണ് മാങ്ങ നല്ല രസമുണ്ട്. കുടിച്ചൊക്കെ നല്ല മധുരം, നല്ല രസമുണ്ട്. മാങ്ങയും തോന്നുന്നത്. മാങ്ങ തോന്നുന്നുണ്ടോ? അങ്ങനെയാണത്. അങ്ങനെയാണത്. ഇത്രക്ക് ടേസ്റ്റോ?
മാങ്ങ ജ്യൂസ് അല്ലേ നമ്മൾ എവിടെയും പുറത്തു പോയി തിന്നാ ഫീലിച്ച് പുറത്തുനിന്ന് വാങ്ങിയ സാധനമാണത് അല്ലെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലത്. പുറത്തത്തെ സാധനം നമുക്ക് ഔത്തിരുന്ന് തിന്നാന്നുള്ളൂ. പുറത്തിരുന്ന് തിന്നണ, പുറത്ത് പോയി തിന്ന. പുറത്ത് പോയിട്ടില്ല നമുക്ക് പുറത്തുനിന്ന് കൊടുന്നു. ഏതായാലും സാധാരണ കഴിച്ച് മഴക്കാലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് മാങ്ങ കിട്ടലുണ്ട്. പക്ഷെ മാങ്ങ മുറ്റി വെട്ടി വിറ്റ് 3000 രൂപ വാങ്ങിയോണ്ട് നമുക്ക് മാങ്ങ കിട്ടിയില്ല. അന്നാ മാങ്ങ മൂശി ഉണ്ടായിനെ വെറും വെള്ളം ചേർക്കാതെ വെറും അങ്ങനെയല്ല അടിക്കേണ്ടത്, പാല് ഇതാക്കിയിട്ടാണ് അടിക്കേണ്ടത്. പാലിൽ വേണ്ടെന്നൊക്കെ കാര്യമില്ല. പൂച്ചക്ക് ഇപ്പൊ മാസം എത്ര റുപ്യന്റെ പാല് വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ 3000 രൂപന്റെ പാലില്ലേ മാസം. എടാ അതൊക്കെ ഉണ്ടാവുള്ളൂ നാളെ മച്ചെല്ലുമ്പോ എന്തെങ്കിലും ഇച്ചു കൂട്ട് വേണ്ടേ. അതെ ഞാൻ ജിമ്മിന് പോകണ്ട, എനിക്ക് എന്തേലും പാലോ മുട്ട എങ്ങനെ എന്തേലും. മുട്ട കുഞ്ഞുങ്ങള് 4 അതിപ്പോ 3 അയക്കണ്. അപ്പൊ അതിലൊന്ന് പൂച്ചക്കം പോകും. ആ ഓനും വേണം, ഓനും ആരോഗ്യം വേണ്ടേ. ഇന്നലെ ഒരു എലിനെ പിടിച്ചാണ്ടില്ലേ ജി. അപ്പൊ ഇപ്പൊ ട്രെൻഡാണ്. തൊടുക്ക നടക്കണ പൂച്ച എലിനെയും കൊണ്ട് പേരന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. മിനിറ്റ് നേരം കൊണ്ട് ഞാൻ എന്നെ അന്തം പൊടി. എന്തുണ്ടായിരുന്നല്ലേ ഞാനും അതിന്റെ ചോട്ടിന്ന് കണ്ടു വെച്ചാൽ അറിയില്ല. അതിന്റെ ഉള്ളില് അതിന്റെ ചോട്ടിൽ നിന്ന് ഗിറിന്റെ അപ്പൊ മീൻ എന്താണ് ആ വല്ല ഇട്ടുകാല് എന്താണ് ഇത്. അതില് നോക്കുമ്പോ ഇച്ച് പേടിയാ വെച്ച് നീച്ച് മണ്ടാനും പറ്റില്ല. കാല് പൊന്നിച്ച് മോണ്ടാ മണ്ടി വാർന്നു ടോർച്ചടിച്ച് നിൽക്കണ്ട് ഉമ്മാ വേഗം പെരിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കണ്ട എലിനെ പിന്നെ കണ്ടിക്കണം. മിനിറ്റ് ഇറങ്ങില്ല ഒറ്റ പുറത്തോ പള്ളിക്കന്നുകൂടി മോര് പറയുന്നുണ്ട് പാമ്പിന്റെ ഒക്കെ കാര്യം. കടക്കൊക്കെ ഒന്ന് തട്ടി നോക്കിയാണ്ട് കിടക്കണം. ആണോ? പള്ളിക്ക് തന്നെയാണ് പോയത് അത് മോര് പറയുന്നുണ്ട്. ഫോട്ടോ എടുക്കേ ഇതിപ്പോ തന്നോ ജുമാക്ക് കുത്തുപോയി പറയുന്നുണ്ട് പാമ്പിന്റെ. എല്ലാരും ഒന്ന് സൂക്ഷിക്കുക, പ്രത്യേകിച്ച് ഞങ്ങളെ പോലത്തെ പെരയുള്ള ആൾക്കാര് അത് കൂടുതൽ സൂക്ഷിക്കുക. ഒന്ന് ശ്രദ്ധിച്ചത് നല്ലതാണ്. എപ്പോഴായാലും ഞാൻ എന്നും ആ കട്ടാന്റെ കട്ടിനോട് 2 നേരം നോക്കും. രാവിലെ എന്റെ കട്ടില് നീക്കിയിടലില്ലേ? ആരാണ് എന്റെ കട്ടിലേ നീക്കില്ല പറഞ്ഞ ഞാൻ അതിന് ചോട്ടിൽ ലൈറ്റ് അടിച്ചാണ് നോക്കും. 2 നേരം അതിന്റെ അടിയിൽ നോക്കുമ്പോ ഞാൻ ആ ഗ്യാപ്പ് കൂടെ ഇല്ല കട്ടിലേ വലിച്ചിട്ടില്ല. ഇല്ല കട്ടിലേ വലിച്ചില്ല. ആള് ഞാൻ മനസ്സിലായി. ഒരു ദിവസം എത്ര വട്ടം എന്റെ വിരി ഇതാക്കണമെന്നറിയോ? അത് വലിച്ചിട്ടാണേ. വലിച്ചിട്ട് എന്തിനാപ്പോ അതിന്റെ അമ്മാന്റെ അട്ടിന്റെ എടുക്കാൻ പോയല്ലോ. അതാ ലോകം മുഴുവൻ കട്ടില്ലല്ലോ. പിന്നെന്താ അതിന്റെ ഉള്ളിൽ അടിച്ചിറങ്ങി ഞാൻ കടക്കണം അതിന്റെ ഉള്ളില്. ലോകം മുഴുവൻ കട്ടിലല്ലേ. ഇനിയിപ്പോ കഴിച്ച് നമുക്ക് നാളെ രാവിലെ തിന്നാക്കല്ലോ തിന്നും. ഉമ്മമാക്ക് പല്ലില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ നല്ല സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കണേ. എന്ത് തിന്നുമ്പോഴും ഉമ്മ പറയലുണ്ട് പല്ലില്ല, ചമക്കാൻ പറ്റില്ലാന്ന്. അതുകൊണ്ടാണ് നമ്മള് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണേ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇമ്മാക്കും ഉമ്മമാക്കും ഇത് അനുവിനും റെക്കമെൻഡ് ചെയ്തത്. മുന്നേറുണ്ട് ഇങ്ങോട്ട് വണ്ടിന്റെ സൗണ്ട് കേൾക്കുന്ന സായിക്കൂടെ. അല്ല ഗൈസ് നാളെ രാവിലെ 7 മണിക്ക് മഴ ഉണ്ടാവാതെ തന്നാ മതി. 7 മണിക്ക് നമ്മളെ വയ്യിന്റെ രാവിലെ മഴ ഉണ്ടാവില്ല. ഇപ്പൊ പെയ്തു രാവിലെ ഉണ്ടാവലുണ്ട്. ഞാൻ ജിമ്മ പോകാൻ നിൽക്കുമ്പോഴൊക്കെ നല്ല മഴ ഉണ്ടാവില്ല ചില ടൈമിൽ. പറഞ്ഞില്ല ഗൈസ്. പിന്നെ നമ്മളെ കാക്ക ഇവിടെ നാട്ടിലെത്തിക്കണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇന്നലെ ഇറങ്ങി. ഇന്നലെ നമുക്ക് അവങ്ങളവിടെ പോയി. പിന്നെ ഇന്ന് മുട്ടായൊക്കെ കൊണ്ടുവന്ന് മുട്ടായൊക്കെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ഗൈസ്. നാളെ ഞങ്ങൾ അവനെ വിളിച്ചിക്കണേ. അതായത് ഓനുമ്പാടെ ആ വയ്യിന്റെ കാര്യം നമ്മൾ എടുക്കണല്ലേ. അപ്പൊ ഓനുമ്പാടെ ഗൈസ് ഉണ്ടാവും. മുന്നേ വിളിച്ചിക്കണേ. പിന്നെ നീച്ചിക്കണെങ്കിൽ നാളെ ഇവിടെ എത്തും. പിന്നെ ഗൈസ് ഓനക്ക് പെണ്ണ് നോക്കുന്നുണ്ട്. അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് എത്രയും പെട്ടെന്ന് കല്യാണം ഈ കാര്യം സത്യം. ഞാൻ കൊറേ ആയി നോക്കണു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എല്ലാം കൊറേ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. കൊറേ തപ്പി പക്ഷെ കിട്ടിയില്ല. നല്ലൊരു കുട്ടിനെ കിട്ടട്ടെ. ആരേലും അറിവിലുണ്ടെങ്കിൽ പറഞ്ഞേരി. ലോങ് ഒന്നും പ്രശ്നമില്ല ഗൈസ്. ഇപ്പൊ അങ്ങനെയാണ്. ആദ്യം ലോങ് ഒക്കെ പ്രശ്നമാണ്. ഇപ്പൊ ലോങ് ഒന്നും പ്രശ്നമല്ല ഗൈസ്. ഒരു പെൺകുട്ടിയായ മതി. ഒരു പെൺകുട്ടിനെ കിട്ടിയാൽ മതി. അല്ലെ ഗൈസ് നല്ലൊരു കുട്ടീനെ കിട്ടട്ടെ. ഞങ്ങൾക്കൊക്കെ എന്തോ ഭാഗ്യത്തില് മറ്റേ ചക്കട്ട് മുയല് കെട്ടമായി ഗൈസ് ഞങ്ങൾക്ക് കിട്ടി. മിന്നും മിഷാനൊക്കെ കിട്ടിയതിരി നമ്മളെ ഇനിയിപ്പോ ഗൈസ് നമ്മളെ കാക്കിമ്പാടേ ഉള്ളൂ. നല്ല കുട്ടിയായി എന്നാ മതി. ഓനൊരു നല്ല കുട്ടീനെ കിട്ടട്ടെ. ഇവിടെ ഒരാളെ മാങ്ങ ജ്യൂസ് രസം ഉണ്ടാറുണ്ട്. എന്താ കാട്ടണേ? വെള്ളം പറഞ്ഞാണ്ട് ചൊയറ്റി കുടിച്ചതാക്കണേ. കുടിച്ച് ഞങ്ങളെ കണ്ടപ്പോ എല്ലാം നിർത്തിക്കുന്ന പരിപാടി. കുടിച്ച്
അല്ല കുടിച്ച്. നല്ല രസമുണ്ടല്ലോ വേണ്ട അല്ല അപ്പൊ എല്ലാം പഠിച്ച് കാലിയാക്കി കളിക്ക് വെച്ച് ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് ഇമ്മമ്മ ചോറ് വെച്ച് കിടക്കുന്നല്ലേ ഇത് മതിയാക്കി നോക്ക് ഇവിടെ എന്താ നേരത്തെ ചോറ് വെച്ചൂലേ ഇല്ലടാ കൊറേ നേരത്തെ രസം ചോറ് നിക്കണല്ലോ. ആ അത് നന്നായി അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാം guys. അതുകൊണ്ട് നമ്മൾ അത്രയൊക്കെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണുള്ളൂ. അങ്ങനെയല്ല പൈസപ്പോ ഞാൻ ചോറ് തിന്ന് ചായ കുടിച്ചു ആ പിന്നെ ചോറും തിന്നു ചായയും കുടിച്ചു അല്ലേ മതിയല്ലോ അത് കുടിച്ച് അത് കുടിച്ച് ജ്യൂസ് എങ്ങനെ കുടിച്ചു ജ്യൂസ് ഞാൻ കലക്കി കുടിച്ച്. എന്താ മട്ട നോക്കി ഇപ്പൊ ഇനി രസം ഉണ്ടാവൂല. ആന്റി അല്ലേ ഇത്ര ഞാൻ നോക്കിയപ്പോ ജ്യൂസ് ഒക്കെ വടിച്ചെടുത്ത് കഴിഞ്ഞിക്കണേ എന്നിട്ട് അതിക്ക് വല്ല നമ്മളാരും ശ്രദ്ധിക്കണില്ലല്ലോ വല്ല കാണാതെ വെള്ളം പറഞ്ഞിട്ട് കുലുക്കിയിട്ട് കുടിച്ച വൈബന്നെ ആ ജ്യൂസ് നല്ല ടേസ്റ്റ്. നമ്മൾ ഉണ്ടാക്കണമെന്ന് എത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളുണ്ടാക്കണേ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കണം ഇങ്ങനെ വെള്ളം പറഞ്ഞിട്ടുണ്ടാക്കും കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പൈസ കിട്ടൂലേ അത് പൈസ കിട്ടണല്ലേ പൈസ ചെലവുണ്ടായിനി നല്ല മാറ്റണ്ട് അതാണ് അപ്പൊ നാളെ രാവിലെ കാണല്ലേ രാവിലെ കാണാം